അശ്വമലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കൻ, അകത്തേതര കളരിക്കൽ, പാലക്കാട്. 2025 വർഷത്തിൽ പൊതുവെ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും ഗ്രഹഗോചരവശാൽ വരുന്ന വർഷഫലത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ വർഷം വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം സെപ്പറേറ്റ് വീഡിയോ, തൊഴിൽ, ബിസിനസ്, മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടും സാമ്പത്തികം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ നമുക്ക് മറ്റ് ഗുണങ്ങൾ, സ്ഥലം, വീട്, വാഹനാദി കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവാഹം, വിദേശയോഗങ്ങൾ, ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത് ഈ വർഷത്തിൽ നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാർക്കും ജോലിപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും, അതിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെ, ആർക്കൊക്കെയാണ് ഉയർച്ചയുള്ളത്, ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ കൂറുകാർക്കാണ് ഏറ്റവും ഉന്നതി, അതുപോലെ തന്നെ ബിസിനസ് മേഖല എന്തൊക്കെയാണ് മാറ്റങ്ങൾ, പൊതുവെ പ്രവൃത്തി മേഖല, നമ്മുടെ കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഒരു അറിവ് ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും പുതിയ വ്യക്തികൾക്കായിട്ടുള്ള അറിവാണ്. നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ വായിക്കുന്ന വർഷം എല്ലാ ലിങ്കുമുണ്ട്, ആവശ്യമുള്ളവർക്ക് കയറി കാണാവുന്നതാണ്. മാസഫലങ്ങൾ, വർഷഫലങ്ങളും, അതുപോലെ തന്നെ ദശാകാലങ്ങൾ, നക്ഷത്രഫലങ്ങളെല്ലാം, ജീവിതത്തിന് 1-ാം ഘട്ടം, പൊതുഫലം എന്നുള്ള 1-ാം ഘട്ടം, ജീവിതത്തിന് 2-ാം ഘട്ടം, മുതലായിട്ട് എല്ലാ യോഗങ്ങൾ, അങ്ങനെയുള്ള അനേകം വീഡിയോകൾ നമുക്ക് കാണാനെ കൊണ്ട് സാധിക്കും. പലരും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടത്, തീർച്ചയായിട്ടും ഒരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ കാര്യങ്ങൾക്കൊക്കെ വീഡിയോയുടെ താഴെ തന്നെ കമൻറ്റ് ചെയ്യുന്ന വർഷം മറുപടി കൊടുത്തു വരുന്നുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാം. അത് ഓൺലൈൻ കൺസൾട്ടേഷൻ രീതിക്കാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അത് നമ്മൾ പേയ്മെൻ്റ് എല്ലാം വാങ്ങിക്കൊണ്ടാണ് ചെയ്യുന്നത്. നേരിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് നേരിൽ വരാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ കൺസൾട്ടേഷൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടും, അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ കൂടുതൽ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അഭിപ്രായങ്ങളും എല്ലാം അറിയിക്കുക, ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വർഷം എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും 27 നക്ഷത്രക്കാർക്ക് ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് എന്തൊക്കെയാണ് ഈ വർഷത്തിൽ നമുക്ക് ഗുണദോഷങ്ങളൊന്ന് പരിശോധിക്കുകയാണ്. അപ്പോൾ വൈകാതെ നമ്മുടെ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. പുണർത്തിൻ്റെ കാൽഭാഗവും പൂയും ആയില്യം അടങ്ങുന്ന കർക്കിടകൻ രാശിക്കാർക്ക് 2025 വർഷത്തിൽ എന്തൊക്കെയാണ് കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട ഗുണദോഷങ്ങൾ നമുക്ക് വരികയെന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. പൊതുവെ കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റത്തിൻ്റെ ഒരു സമയമാണ്. ഇതുവരെ നമ്മളുടെ കാത്തിരിപ്പുകൾക്ക് വിരാമമിടേണ്ട സമയമായി എന്നുള്ളത് ഈ വർഷത്തെ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. അഷ്ടമശനി ദോഷങ്ങൾ മാറുന്നു. വ്യാഴത്തിൻ്റെ സ്ഥിതി ഗുണദോഷ സമ്മിശ്രമായിട്ട് ഈ വർഷം കടന്നു പോകുന്നു. രാഹുകേതുക്കളുടെ മാറ്റം വരുന്നു. മറ്റ് ഗ്രഹസഞ്ചാരങ്ങളെ കൊണ്ടും പ്രത്യേകിച്ച് ചൊവ്വയുടെയൊക്കെ സ്ഥിതി കൊണ്ടും ഒരുപാട് മാറ്റങ്ങളാണ് കർക്കിടക രാശിക്കാരെ കാത്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആശ്വാസത്തിന് വകയുള്ള ഒരു വർഷമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് മുടങ്ങിയ പല കാര്യങ്ങളും നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാനുള്ളതായിട്ട് സാധ്യതകളും അതിൻ്റെ ആത്മവിശ്വാസം നമുക്ക് തന്നെ ആദ്യം കൈവരിക്കാനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. എല്ലാത്തിനും നമുക്കൊരു ദൈവാനുഗ്രഹം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് കാണുന്നു. വലിയൊരു മാറ്റമാണ് കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന പ്രവൃത്തികളൊക്കെ മാറി ഒരു പുതിയ ശൈലിയിലേക്ക്, പുതിയ ജീവിത രീതിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു പുതിയ സർക്കിളിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിൻ്റെ വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ കഴിയാൻ പോകുന്നതും ഒക്കെ. ഈ മാർച്ചോടുകൂടി ശനി മാറ്റങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ സമയത്ത് കഴിയാൻ പോകുന്നതും. അപ്പോൾ നമ്മൾ ആ ഒരു കംഫർട്ട് സോണിൽ നിൽക്കാതെ, നമ്മുടെ ചുരുങ്ങിയ ഒരു രീതിക്കനുസരിച്ചിട്ട് നമുക്ക് ശരി ഇങ്ങനെയൊക്കെ മതി എന്നുള്ളതായിട്ടുള്ള ആ ഒരു ലിമിറ്റിൽ നമ്മൾ നിൽക്കാതെ നമ്മൾ പുതിയ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും പുതിയ സാഹചര്യങ്ങളിലേക്ക് നമ്മൾ വഴിമാറാനും അതുപോലെ പല അശാന്ത പരിശ്രമവും വേണ്ടിവരും.
നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളാണ് പ്രത്യേകിച്ച് കാണുന്നത്. അതുപോലെ തന്നെ നല്ല ചിന്തകൾ, പോസിറ്റീവായിട്ട് ചിന്തകൾ, നല്ല കൂടിയാലോചനകൾ, നല്ല പ്ലാനിങ്ങുകൾ ഒക്കെ വേണ്ട ഒരു വർഷമായിട്ടാണ് പ്രത്യേകിച്ച് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് വലിയൊരു വിജയമാണ് ഈ വർഷം കാത്തിരിക്കുന്നതെന്ന് പ്രത്യേകിച്ച് പറയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ കംഫർട്ട് സോണൊന്ന് ഉടച്ചുകൊണ്ട് തന്നെ നമ്മളൊന്ന് വിശാലമായിട്ട് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. ആക്റ്റീവ് മോഡിലേക്ക് നമ്മൾ വരണം. എല്ലാ പ്രവർത്തികളും നന്നായിട്ട് ചെയ്യാനുള്ളതായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾ കടക്കണം. ദൈവാനുഗ്രഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. പോസിറ്റീവായിട്ട് ചിന്തിക്കണം. പ്രത്യേകിച്ച് അവരവരുടെ സമയസന്ദർഭങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ നല്ല സമയമാണോ, പല കാര്യം ചെയ്യാൻ പറ്റിയ സമയമാണോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പ്രത്യേകിച്ച് പറയുന്നു. ദോഷപരിഹാരങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ വർഷം കർക്കിടക രാശിക്കാർക്ക് എന്തൊക്കെയാണ് കർമ്മമേഖലയായിട്ട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ കാത്തിരിക്കുന്നത് നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ, ഈ ജലം സംബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളിൽ അതിപ്പോൾ മറ്റ് നമ്മൾ വാട്ടർ അതോറിറ്റി ആവാം, അത് കടൽ കപ്പലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകളാവാം, അല്ലെങ്കിൽ മറ്റ് മിനറൽ വാട്ടറായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ഇതൊക്കെ ആവാം. ഇതൊക്കെ വളരെയധികം ശോഭിക്കാൻ സാധ്യതയുണ്ട്. സീ ഫുഡ്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലകൾ ഒക്കെ ശോഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രത്യേകിച്ച് പറയുന്നു. കടൽ ഉൽപ്പന്നങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് പെട്രോളിയം മുതലായിട്ട് കാര്യങ്ങളൊക്കെ നന്നാവാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. അതേപോലെ ഈ തന്ത്രശാസ്ത്രം, മന്ത്രശാസ്ത്രം മുതലായിട്ടുള്ള മേഖലകൾ, അപ്പോൾ അവിടെ നമ്മളൊരു ഡിവൈൻ സപ്പോർട്ട് കൂടി ഉണ്ടാവും എന്നുള്ളതാണ്. അത്തരം മേഖലകളൊക്കെ നന്നായിട്ട് ശോഭിക്കാൻ സാധ്യതയുണ്ട്. ആ തന്ത്രം പഠിക്കലാവാം, കൈകാര്യം ചെയ്യലാവാം, മന്ത്രതന്ത്രങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പഠിക്കലും ആവാം. അതിൽ പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ വിദ്യാഭ്യാസങ്ങളൊക്കെ കൈകാര്യം ചെയ്തിറങ്ങുന്നവർക്കൊക്കെ വളരെയധികം നല്ല മാറ്റങ്ങൾ ഈ വർഷം ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ തന്നെ വാസ്തുശാസ്ത്രം, ജ്യോതിഷം, ആയുർവേദം മുതലായിട്ടുള്ള മേഖലകൾ, ഹോമിയോപ്പതി മുതലായിട്ടുള്ള മേഖലകൾക്ക് വളരെയധികം അത്തരം മേഖലകൾ പ്രവർത്തിച്ച് കഴിഞ്ഞവർക്ക് നല്ല ജോലി, ഉദ്യോഗത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയിൽ ഈ വർഷം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുപോലെ ഡെൻ്റൽ കോളേജുകളൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ, ബ്യൂട്ടി പാർലർ നടത്തുന്നതായിട്ട് വ്യക്തികൾ, പെട്രോളിയം മേഖലയിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾ, അത്തരം അതോറിറ്റികൾ, അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള വ്യക്തികൾ, ഈ ടെക്സ്റ്റൈൽ സംരംഭങ്ങൾ, അതുപോലെ പശു വളർത്തൽ, നാൽക്കാലി പരിപാലനം, പാല് കച്ചവടം വിപണനമൊക്കെ നടത്തുന്നതായിട്ട് വ്യക്തികൾ, കടൽ ആയിട്ട് ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞുള്ളതായിട്ട് വ്യക്തികൾ, നേവി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖല, സമുദ്ര ഉൽപ്പന്നങ്ങളുടെ വിപണനം, അതുപോലെ തന്നെ കൃഷി, എഞ്ചിനീയറിംഗ് മുതലായിട്ട് മേഖലകൾ, ഇത്തരം മേഖലകളിലൊക്കെ വളരെയധികം ശോഭിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകിച്ച് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ല സമയമാണ്. അതല്ലെങ്കിൽ ഒരു MNC ജോബൊക്കെ ആയിട്ട് വരുന്ന രീതികളും നമുക്ക് കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് നിയമം, ജുഡീഷ്യറി മേഖലകളിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യത, ഒരുപാട് പ്രൊമോഷൻ മറ്റു കാര്യങ്ങളൊക്കെ കാത്തിരിക്കുന്നു, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വരാൻ സാധ്യത പ്രത്യേകിച്ച് പറയുന്നുണ്ട്. നിയമജ്ഞന്മാർക്കൊക്കെ വളരെയധികം ഈ വർഷം ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. ആ മേഖലകളൊന്നും അഴിച്ചുപണിയിലും നടക്കും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനും നിയമസാധ്യതകളും നമ്മൾ നോക്കേണ്ടതുണ്ട്. എല്ലാ കാര്യം നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും നിയമസാധ്യതകളും പരിശോധിക്കണം. എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം പോകണം എന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതേപോലെ ചെറുകിട സംരംഭങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം വരുന്നു. അതുപോലെ തന്നെ പുതിയ IT ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മോഡേൺ ടെക്നോളജി ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഇതിൻ്റേതായിട്ടുള്ള അറിവുകൾ, റിസർച്ചുകൾ, ഇതിലൊക്കെ കൂടുതൽ നമുക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാവും എന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതുപോലെ റിസർച്ച് മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ടെക്നിക്കലായിട്ടുള്ള മേഖലകൾ, ഇരുമ്പുരുക്ക് വ്യവസായങ്ങളായിട്ട് ബന്ധപ്പെട്ട മേഖല, മെക്കാനിസം മുതലായിട്ട് മേഖലകൾ, ഇതൊക്കെ ശോഭിക്കാനും, പ്രത്യേകിച്ച് ഈ പ്രീ പാക്ക്ഡ് ഫുഡ് പോലെയുള്ളതായിട്ടുള്ള മേഖലകൾ, ഫുഡ് സപ്ലിമെൻറ്റ്സ്, ഓർഗാനിക് ഫുഡായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, കൃഷി, അഗ്രികൾച്ചർ മുതലായിട്ടുള്ള മേഖലകൾ, പാൽ ഉൽപ്പന്നങ്ങളായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, ഇതിലൊക്കെ ശോഭിക്കാനുള്ള സാധ്യത പ്രത്യേകിച്ച് കാണുന്നു. അതുപോലെ ചിലർക്ക് പാർട്ട്ണർഷിപ്പ് സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാഹചര്യങ്ങളും പ്രത്യേകിച്ച് ഈ വർഷം ഉണ്ടാവും എന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ആയുധ പ്രവൃത്തികളായിട്ട് ബന്ധപ്പെട്ട ടൂൾസൊക്കെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങൾ, വെപ്പൺസ് ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അത്തരം കാര്യങ്ങളിലൊക്കെ പുതിയ പുതിയ സാധ്യതകളൊക്കെ കണ്ടെത്തലും അതിൻ്റേതായിട്ടുള്ള പരീക്ഷണങ്ങളും അതിനെക്കുറിച്ചുള്ള പ്രവൃത്തി കാര്യങ്ങളൊക്കെ വളരെയധികം ശോഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് മിലിറ്ററി ഡിഫൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട മേഖലയിലേക്ക് എത്തിപ്പെടാം. അങ്ങനെയൊക്കെയാണല്ലോ അവിടെ വരുന്നത്. അതിനും കൂടുതൽ സാധ്യതകൾ ഉണ്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നു. സ്പോർട്സ് രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് പറയുന്നു. പ്രത്യേകിച്ച് അതിർത്തി രക്ഷാ സേനകൾ,
BSF മേഖലകൾ, അതുപോലെ തന്നെ മറ്റ് നിയമ മേഖലകൾ, ഡിഫൻസ് മേഖലകൾ, പല വിധത്തിലുള്ള ഡിഫൻസ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെയധികം ശക്തിപ്പെടാനും അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് ജോലി സാധ്യതകളും അതിൽ നിലവിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഉന്നതി പ്രവൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പ്രത്യേകിച്ച് പറയുന്നു. അതുപോലെ കലാ സാംസ്കാരിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒരു നല്ല ഉന്നതി പ്രതീക്ഷിക്കാം. നല്ല അവാർഡുകളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്. എല്ലാം നമ്മൾ പുതിയ രീതി അവലംബിക്കണം എന്നാണ്. പുതിയ സാഹചര്യങ്ങളും പുതിയ രീതിക്കും അതിനെ നമ്മൾ മുഴുവനായിട്ട് കൈകാര്യം ചെയ്യണം. അവിടെയാണ് വിജയം കാത്തിരിക്കുന്നത്. പഴയ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകരുത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടത്. അത് തീർച്ചയായിട്ടും നമുക്ക് പരാജയങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ടോട്ടലി നമ്മൾ ചേഞ്ച് വരുത്തി കാലാനുസൃതമായിട്ട് മാറ്റങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമുക്കത് അതിൻ്റെ അതായിട്ടുള്ള വിജയ സാധ്യതകളുള്ളത് എന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക. ഒരു കംഫർട്ട് സോൺ ഉടച്ച് മുന്നോട്ട് പോവുക. നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. കർമ്മയിൽ ഒരുപാട് നമുക്ക് ആരുടെയൊക്കെയാണോ നമുക്ക് ഹെൽപ്പ് ആവശ്യമുള്ളത് ആ ഹെൽപ്പൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അത് സ്വീകരിക്കുക. എല്ലാം ഒരു റിസീവ് മോഡിലും ആക്റ്റീവ് മോഡിലേക്കും വരിക. ഒരു കംഫർട്ട് സോൺ നമ്മൾ എടുക്കരുത് എന്ന് പ്രത്യേകം ഈ വർഷം പറയുന്നുണ്ട്. അങ്ങനെ പോകുന്ന വർഷം തീർച്ചയായിട്ടും നല്ല ഒരു വിജയത്തിലേക്കാണ് കർക്കിടക രാശിക്കാർക്ക് സാധ്യതകൾ വരുന്നത് എന്ന് പ്രത്യേകിച്ച് കാണുന്നുണ്ട്. ദോഷപരിഹാരങ്ങളൊക്കെ ചെയ്യുക, ശനിദോഷ പരിഹാരങ്ങൾ ചെയ്യുക, വ്യാഴാഴ്ചകൾക്ക് പ്രാധാന്യം എടുത്തുകൊണ്ട് വിഷ്ണു ആരാധന ചെയ്യുക, നല്ല വ്രതങ്ങളും വഴിപാടുകളും പ്രാർത്ഥനകളും യഥാശക്തി വഴിപാടുകളും നടത്തണം. എല്ലാത്തിനും നമുക്കൊരു ഡിവൈൻ സപ്പോർട്ട് നമുക്ക് വേണം എന്ന് പ്രത്യേകിച്ച് കാണുന്നു. അതേപോലെ ദൂരദേശ യാത്രകളൊക്കെ വളരെയധികം ഫലം ചെയ്യും. ആരോഗ്യം വളരെയധികം പെർഫെക്റ്റ് ആക്കുക. ഫിസിക്കലായിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിലും നമ്മൾ ഇൻവോൾവ്മെൻറ്റ് വേണം. അതും നമ്മുടെ ഒരു ശരീരമാദ്യം കല് ധർമ്മസാധനം എന്നുണ്ട് അല്ലേ. എല്ലാ പ്രവൃത്തിയും കാര്യങ്ങളും നമ്മൾ ചെയ്തു, പക്ഷേ ആരോഗ്യം നന്നാവണം. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് തൊഴിൽ മേഖലയൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ നമുക്ക് ശ്രദ്ധ ഊന്നിക്കൊണ്ട് വീഡിയോ ചെയ്തിരിക്കുന്നത്. 10ാം ഭാവമാണ് നമ്മുടെ പ്രധാന വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഈ വർഷം നമുക്ക് കർക്കിടക രാശിക്കാർക്ക് കാത്തിരിക്കുന്നതായിട്ടുള്ള ഫലങ്ങൾ. അപ്പോൾ ഈ അറിവുകൾ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും വീഡിയോ താഴെ കമൻറ്റിംഗ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന വർഷം മറുപടി ലഭിക്കുന്നതാണ്. അതുപോലെ ജാതകവശാലുള്ള വിശദാംശങ്ങൾ ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നേരിട്ട് വരാൻ ആഗ്രഹം നേരിട്ട് വരാം. ദൂരദേശങ്ങളിലിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതൊരുപാട് പേർക്ക് അത് ഉപകാരപ്രദമായിട്ട് വരുന്നുണ്ട്. എല്ലാവർക്കും ഈ വർഷം എല്ലാ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ദൈവാനുഗ്രഹവും കർമ്മമേഖലയിൽ നല്ല വിജയപ്രദമായിട്ടുള്ള കാര്യങ്ങളും സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കർക്കിടക രാശിക്കാർക്ക് ഈ വർഷം കാത്തിരിക്കുന്ന ഫലങ്ങൾ.